ഹായ് ഫ്രണ്ട്സ്, കൊല്ലം, തൃശ്ശൂർ, കാസർഗോഡ് ജില്ലയിൽ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ. ജില്ലയിലെ LDC പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഗാന്ധിജിയെ അങ്ങനെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹിയെ തലസ്ഥാനമാക്കിയ വർഷം ഏതാണ് എന്നാണ് രണ്ടാമത്തെ ചോദ്യം. 1911 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഡൽഹിയെ തലസ്ഥാനമായി നിശ്ചയിച്ചത്. മൂന്നാമത്തെ ചോദ്യം, ലോക്നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആര് എന്നാണ്. ജയപ്രകാശ് നാരായണനാണ് ലോക്നായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നാലാമത്തെ ചോദ്യം, സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉറുദു ഭാഷയിലാണ് സാരേ ജഹാം സെ അച്ച എന്ന ദേശഭക്തി ഗാനം രചിച്ചിട്ടുള്ളത്. ഈ 4 ചോദ്യങ്ങളും പൊതുവെ പരീക്ഷയ്ക്ക് നന്നായി തയ്യാറെടുക്കുന്നവർക്ക് വളരെ ഈസിയായി ഉത്തരം എഴുതാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, UGC നിലവിൽ വന്ന വർഷം ഏത് എന്നാണ്. ഉത്തരം 1953 UGC നിലവിൽ വന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എന്നാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷനിൽ ഇല്ല. കോർപ്പറേഷൻ ടാക്സ് ആണ് ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത്. ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി ആര് എന്നായിരുന്നു അടുത്ത ചോദ്യം. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ബാങ്കുകൾ ദേശസാൽക്കരിച്ച പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം എന്നതാണ് അടുത്ത ചോദ്യം. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് സ്ഥാപനം. ഈ ചോദ്യങ്ങളും പൊതുവെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന നികുതി എന്ന ചോദ്യം ഒഴിവാക്കാനാണ് സാധ്യത. അടുത്ത ചോദ്യം, ലോക്സഭാ സ്പീക്കർ രാജിക്കത്ത് നൽകുന്നത് ആർക്കാണെന്ന്. ഉത്തരം ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ തൻ്റെ രാജിക്കത്ത് നൽകുന്നത്. മലാല ദിനം എന്നതാണ് അടുത്ത ചോദ്യം. UN മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12 ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം ഏത് എന്നായിരുന്നു അടുത്ത ചോദ്യം. രാഷ്ട്രമഹിള ആണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ പ്രസിദ്ധീകരണം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്നായിരുന്നു അടുത്ത ചോദ്യം. ജസ്റ്റിസ് JB കോശിയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. ഈ ചോദ്യങ്ങളും പൊതുവെ ഈസി ആയ ചോദ്യങ്ങളാണ്. എല്ലാവരും നന്നായിട്ട് തന്നെ ഉത്തരം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.